നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷെന്ന് വെച്ചാൽ പച്ച പൈനാപ്പിൾ തോരനാണ്. അതിനായി ഇവിടെ പൈനാപ്പിൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല പിഞ്ചായിട്ടുള്ള പൈനാപ്പിളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടിയിലോട്ട് ആദ്യം എണ്ണ നമ്മൾ ഒഴിക്കും. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുക്, വറ്റൽമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്യും. അതൊന്ന് വാടി വരുമ്പോൾ അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ച പൈനാപ്പിൾ നമ്മൾ ചേർത്ത് കൊടുക്കും. അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഉപ്പുകൂടെ ചേർത്ത് അതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കും. അടച്ചു വെച്ചാണ് നമ്മൾ വേവിക്കുന്നത്. ഈ സമയം കൊണ്ട് അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ, അതിലോട്ട് വെളുത്തുള്ളി, ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ജീരകം എന്നിവ ചേർത്ത് അരച്ച് അരപ്പ് റെഡിയായി നമ്മൾ എടുക്കും. ഈ സമയം കൊണ്ട് വേവിച്ച് വെച്ച ഇതിലോട്ട് നമ്മൾ ഈ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. കുറച്ച് വെള്ളം ഇവിടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കും. വേവ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് വീണ്ടും നമ്മളിതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വേവിച്ച് വെച്ചതിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുത്ത് നമ്മുടെ പച്ച പൈനാപ്പിൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിന് നമുക്കൊരു ഡിഷിലോട്ട് മാറ്റാം. ഇതുപോലുള്ള പുതിയ പുതിയ ഡിഷസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.